ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു ആവോലി കറിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 ആവോലി മീൻ കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. മീൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അല്പം കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് ഒരു പിഞ്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു വറ്റൽമുളക്, രണ്ട് കറിവേപ്പില, അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ 3 കൂടെ എടുത്തിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മീൻ കുറച്ചേ ഉള്ളൂ, 2 മീനേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനാവശ്യമായ മസാലകൾ ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അല്പം വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലപ്പൊടികളെല്ലാം നമ്മളിതാ കുഴച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ എല്ലാം മിക്സിങ് എല്ലാം കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കൂടെ 2 പച്ചമുളക് കീറിയതും ഒരു ചെറിയ തക്കാളി കൂടെ. തക്കാളി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് പേസ്റ്റാക്കി വെച്ചേക്കുന്ന ആ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലകൾ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാനൊരു 2-3 കഷ്ണം കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. പുളി ഇട്ടതിന് ശേഷം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം തേങ്ങയുടെ 2ാം പാലൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഗ്രേവി നമുക്കിതിലേക്ക് മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇത് കറുത്ത ആവോലിയാണ്, അതാ ഈ കളർ. എന്നിട്ട് അധികം ഉടയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. മീനെ തിളക്കിയിട്ട് നമുക്കൊരു മൂടി വെച്ച് മൂടി കൊടുക്കാം. നമ്മുടെ ആവോലിക്കറി എല്ലാം തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. നേരത്തെ നമ്മൾ കടുവറുക്ക മുഴുവൻ ഉലുവ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇതിൽ ഒരല്പം ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. ഒന്നുകൂടെ തിളച്ച് റെഡിയായി വരട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ആവോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനും ഈസിയാണ്. ഇനി ആവോലി ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.
ഇത് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.